നമസ്കാരം. പൾസ് സുനിയും കൂട്ടാളികളും പോലീസിനെ നട്ടം തിരിക്കുന്നുവെന്ന വാർത്തകൾക്കിടെ പോലീസ് പഴുതുകൾ അടക്കുകയാണെന്ന വിവരങ്ങളും ഒരേ സമയം പുറത്തുവരുന്നുണ്ട്. നേരത്തെ വിട്ടുപോയവരെ വിളിച്ചുവരുത്തി കൂടുതൽ പേരിലേക്ക് മൊഴിയെടുക്കൽ മുന്നേറുകയാണ്. അതിൽ നടിയുടെ അഭിമുഖങ്ങൾ തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നു. ഒരു പ്രമുഖ നടൻ തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നിഷേധിച്ചു എന്ന് നടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഗൂഢാലോചന അന്വേഷിക്കുന്ന പോലീസ് സംഘം ഗൗരവത്തോടെ കടന്നു ചെല്ലുന്നത് നൽകുന്ന സൂചനകൾ എന്താണ്? ദിലീപിന്റെ ബിസിനസ് ബന്ധങ്ങളിലേക്കും പോലീസ് അന്വേഷണം വിപുലപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂരിലെ തിയേറ്റർ ഉടമ അത് സ്ഥിരീകരിച്ചെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. പൾസറും കൂട്ടുപ്രതികളും പരസ്പര വിരുദ്ധ മൊഴികൾ നൽകുമ്പോഴും അന്വേഷണം ഒരു കേന്ദ്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടെ ലോകത്തെ എല്ലാ കാര്യങ്ങളിലും എന്തിന് വൈദ്യശാസ്ത്ര രംഗത്ത് പോലും തന്റേതായ അഭിപ്രായം ആധികാരികമായി പങ്കുവയ്ക്കുന്ന നടൻ ശ്രീനിവാസൻ ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി രംഗത്തെത്തി. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഇത്രമാത്രം ആശങ്കപ്പെടുന്നവരെ അദ്ദേഹം പരിഹസിക്കുകയാണ്. ആരാണി ജനം എന്നതാണ് ശ്രീനിവാസന്റെ ചോദ്യം. അമ്മ സംഘടനയ്ക്കില്ലാത്ത ആശങ്ക ജനത്തിന് വേണ്ട എന്നും ശ്രീനിവാസൻ പറയും. പോലീസ് പ്രതിയിലേക്ക് അടുത്തോ എന്ന സംശയം ഉയരുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. നടിയുടെ മൊഴി കൂടാതെ നേരത്തെ നൽകിയ അഭിമുഖങ്ങളും പോലീസ് പരിശോധിക്കുന്നത് എന്തിന്? 2. ഗൂഢാലോചന അന്വേഷണം പോലീസ് വിപുലപ്പെടുത്തിയോ? 3. അന്വേഷണത്തിൽ ദിലീപുമായി സാമ്പത്തിക ഇടപാടുള്ളവരെ മുഴുവൻ പോലീസ് വിളിച്ചു വരുത്തുന്നത് എന്തിന്? 4. ദിലീപിന്റെയും നാദിർഷായുടെയും പരാതികളിൽ പോലീസ് ഇപ്പോഴും കേസെടുക്കാത്തത് എന്തുകൊണ്ട്? 5. സുനിയുടെ വിളികളിൽ പരാതി നൽകാൻ ദിലീപ് വൈകിയതെന്ന്? 6. അമ്മയ്ക്കില്ലാത്ത വേദന ജനത്തിനെന്തിന് എന്ന് ചോദിക്കുന്ന ശ്രീനിവാസന്റെ നിലപാട് പരിഹാസ്യം. ആദ്യം പ്രധാന വാർത്ത. അഡ്വക്കേറ്റ് അജയകുമാർ, സജി നന്ദിയാട്ട്, ബൈജു കൊട്ടാരക്കര, റിട്ടയർഡ് SP ജോർജ് ജോസഫ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിലും വിധു വിൻസിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഇടവേളയിലേക്ക്.